ചെറുപയർ തോരനാണ് കേട്ടോ. കുട്ടികൾക്ക് പൊതിച്ചോറ് കെട്ടിക്കൊടുക്കാനാണെങ്കിലും ഊണിനാണെങ്കിലും ഒക്കെ നല്ല ഒരു തോരനാണ്. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും കഴിയും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ ചെറുപയർ നന്നായി ഒന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിത് 2-3 മണിക്കൂർ കുതിർത്ത് വെച്ച പയറാണ്. അപ്പോൾ ഒരു 3-4 വിസിൽ കൊണ്ട് നന്നായി ഒന്ന് വെന്ത് കിട്ടും. നിങ്ങൾ കുതിർത്തിട്ടില്ല എങ്കിൽ അതിനനുസരിച്ച് വിസിൽ കേൾപ്പിക്കുക. നന്നായിട്ടൊന്ന് വേവണം. ഒരു 1/4 ഭാഗം വേവാകുമ്പോൾ നമുക്ക് മതിയാക്കാം. എൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ പയർ നന്നായി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവമാക്കിയാൽ മതി. ഒത്തിരി വെന്ത് ഉടഞ്ഞു പോവാതിരിക്കാനായി ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ഇനിയും വേവിക്കുന്നുണ്ട്. ഇനി നമുക്ക് തോരൻ ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 അല്ലി ചെറിയ ഉള്ളി ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 അല്ലി വെളുത്തുള്ളി കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. അതും ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അല്പം മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി, കുറച്ച് ജീരകം എന്നിവ ചേർത്ത് അരയ്ക്കാൻ. ഞാൻ ജീരകം ചേർത്തിട്ടില്ല, കാരണം ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് അവസാനം ചേർക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകം ഇതിൻ്റെ കൂട്ടത്തിൽ അരച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇതെല്ലാം കൂടെ ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് കറക്കിയെടുക്കണം. അപ്പം നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായി ഒരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് താളിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്കറിൽ വിസിലടുപ്പിച്ച് വെച്ചിരിക്കുന്ന പയർ കൂടെ ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോടെ തന്നെ ചേർക്കാം, കാരണം നമ്മൾ ഇനി അരപ്പൊക്കെ വേവിച്ചെടുക്കാനുണ്ട്. ഈ സമയത്തിന് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരപ്പ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. വെള്ളമെല്ലാം ഒന്ന് വറ്റി അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറ്റിയെടുക്കണം. ഇതുപോലെ ഒന്ന് തട്ടി വെച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതിരിക്കാനാണ്. ഞാൻ ഈ സമയത്തിന് 2 നുള്ള് ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. അരപ്പിൽ ചേർത്തവർ ഇവിടെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഒന്നും കൂടെ മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. രാവിലെ ജോലിക്ക് പോണവർക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു തോരനാണ്, കാരണം അരിഞ്ഞ സമയം കളയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തോരൻ റെഡിയാവുകയും ചെയ്യും. ടേസ്റ്റും നല്ലതാണ്. ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ? അപ്പോൾ ഇതാ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. എത്ര എളുപ്പമാണല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.